ആദിമകാലം മുതൽ മനുഷ്യന് പരിചിതമായ ഒരു രാസപ്രവർത്തനമാണ് ഇന്ധനങ്ങളുടെ ജ്വലനം. ഇന്ധനങ്ങൾ ജ്വലിക്കുമ്പോൾ ആ ഇന്ധനങ്ങളിലെ കാർബൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓക്സിജനുമായി കൂടിച്ചേരുന്ന രാസപ്രവർത്തനത്തെയാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഓക്സീകരണം, നിരോക്സീകരണം എന്നീ രാസപ്രവർത്തനങ്ങളാണ്. ഇന്ധനങ്ങൾ ജ്വലിക്കുമ്പോൾ ഇന്ധനങ്ങളിലെ കാർബൺ ഓക്സിജനുമായി കൂടിച്ചേരുന്നു. കാർബൺ ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ ഡയോക്സൈഡാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായി കൂടിച്ചേരുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. The addition of oxygen to a substance is called oxidation. ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്ന രാസപ്രവർത്തനമാണ് ഓക്സിഡേഷൻ. എന്നാൽ ഓക്സിജൻ നീക്കം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അഥവാ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഉദാഹരണമായി മെർക്കുറിക് ഓക്സൈഡ് ഹീറ്റ് ചെയ്താൽ അത് ഡിക്കമ്പോസ് ചെയ്ത് മെർക്കുറിയും ഓക്സിജനും ലഭിക്കുന്നു. മെർക്കുറിക് ഓക്സൈഡ് HgO ആണ്. ഇത് ഹീറ്റ് ചെയ്താൽ ഡിക്കമ്പോസ് ചെയ്ത് മെർക്കുറിയും ഓക്സിജനും ലഭിക്കുന്നു. ഇവിടെ മെർക്കുറിക് ഓക്സൈഡിൽ നിന്നും ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെടുന്നു. അതിനാൽ ഈ രാസപ്രവർത്തനം അറിയപ്പെടുന്നത് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്നാണ്. നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ റൈറ്റ് ടോപ്പിൽ വരുന്ന ഒരു എലമെന്റ് ആണ് ഓക്സിജൻ അഥവാ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. സോ ഓക്സിജന്റെ അഡീഷൻ എന്നതിന് പകരം ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ അഡീഷനാണ് ഓക്സിഡേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഉദാഹരണമായി സോഡിയവും ക്ലോറിനും കൂടി ചേർന്നാൽ സോഡിയം ക്ലോറൈഡ് കിട്ടുന്നു. 2Na plus Cl2 gives 2NaCl. നമുക്കിവിടെ പറയാൻ പറ്റും, സോഡിയത്തിലേക്ക് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റായ ക്ലോറിൻ ആഡ് ചെയ്യപ്പെട്ടു. സോ സോഡിയം ഇവിടെ ഓക്സിഡേഷന് വിധേയമാവുകയാണ് ചെയ്തത്. അതേസമയം റിഡക്ഷൻ എന്നാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് റിമൂവ് ചെയ്യപ്പെടുന്ന ആ റിയാക്ഷനാണ് റിഡക്ഷൻ. ക്ലാസിക്കൽ കൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. റിഡക്ഷൻ എന്നാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഓക്സിജന്റെ നേരെ വിരുദ്ധ സ്വഭാവമുള്ള ഒരു എലമെന്റാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നീ രാസപ്രവർത്തനങ്ങൾ ഹൈഡ്രജനുമായി ബന്ധിപ്പിച്ചും നമുക്ക് പറയാൻ സാധിക്കും. ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനമായും ഹൈഡ്രജനുമായി ബന്ധപ്പെടുത്തിയാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പറയുന്നത്. സോ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്ന റിയാക്ഷനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതേസമയം അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഉദാഹരണമായി നൈട്രജനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അമോണിയ ലഭിക്കും. നമുക്കിവിടെ പറയാൻ സാധിക്കും, നൈട്രജൻ റിഡക്ഷന് വിധേയമാവുകയാണ് ചെയ്തത്. അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ, എന്നാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. സോഡിയത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് കിട്ടുന്നു. അതായത് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റായ ക്ലോറിൻ ആഡ് ചെയ്താൽ അവിടെ സോഡിയത്തിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. സോഡിയം ക്ലോറിനും കൂടി ചേരുന്നത് ഒക്ടറ്റ് പൂർത്തിയാകാൻ അഥവാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്നാണ്. സോഡിയം അറ്റോമിക് നമ്പർ 11,
281. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്, കോൺഫിഗറേഷൻ 287. ഇവ കമ്പൈൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടി അഥവാ ഒക്ടറ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. കൂടിച്ചേരുമ്പോൾ സോഡിയം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ആ സിംഗിൾ ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. അത് Na1 പോസിറ്റീവായി മാറുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cl1 നെഗറ്റീവായി മാറുന്നു. നമുക്ക് ഈ റിയാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ് എങ്കിൽ Na converts to Na positive plus 1 electron. Cl plus 1 electron gives Cl നെഗറ്റീവ്. നമ്മൾ കണ്ടിരുന്നു സോഡിയത്തിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ആ സോഡിയത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഇവിടെ സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ടു. അതിനാൽ നമുക്ക് പറയാൻ പറ്റും സോഡിയത്തിന് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം സംഭവിച്ചു. ക്ലോറിൻ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്ന റിയാക്ഷനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരം റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. നമുക്കറിയാം ഒരു എലമെന്റ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, മറ്റേ എലമെന്റ് അത് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു സൈമൾട്ടേനിയസ് ആയി നടക്കുന്ന രാസപ്രവർത്തനമാണ്. അതായത് ഓക്സിഡേഷൻ നടന്നാൽ ഒപ്പം വേറൊരു എലമെന്റിന് റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. സോ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയി അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡായാണ് നടക്കുന്നത്. അതിനാലാണ് ഇത്തരം രാസപ്രവർത്തനത്തെ നമ്മൾ ഒരുമിച്ച് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷന്റെ ആദ്യത്തെ അക്ഷരങ്ങളും ഓക്സിഡേഷന്റെ ആദ്യത്തെ അക്ഷരങ്ങളും ചേർത്ത് നമ്മൾ ഇത്തരം രാസപ്രവർത്തനത്തെ റിഡോക്സ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അതായത് സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ടു. സോഡിയത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സഹായിച്ചത് ക്ലോറിനാണ്. അങ്ങനെ ഓക്സിഡേഷനെ സഹായിക്കുന്നയാളെ ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സിഡന്റ് എന്നാണ് പറയുന്നത്. സോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന ആളെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്സിഡന്റ് ഓർ ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ക്ലോറിൻ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതായത് സോഡിയത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ക്ലോറിൻ അവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അങ്ങനെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്സിഡന്റ് ഈസ് ദി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അതേസമയം സോഡിയം ക്ലോറിനെ റിഡക്ഷന് വിധേയമാക്കി ക്ലോറിന് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ റിഡക്ഷനെ സഹായിക്കുന്നയാളെ റിഡക്റ്റന്റ് അഥവാ റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. റെഡ്യൂസിങ് ഏജന്റ് എല്ലായ്പ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഡോണർ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ്. reductant or reducing agent. It is the donor of electron. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് റിഡക്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. സോഡിയം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. അങ്ങനെ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന അഥവാ റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ക്ലോറിൻ
ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അങ്ങനെ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. ഇവിടെ സോഡിയത്തെ ഓക്സിഡേഷന് സഹായിച്ചത് ക്ലോറിനാണ്. അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന അഥവാ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ആ ഓക്സിഡൈസിങ് ഏജന്റിന് എല്ലായ്പ്പോഴും റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സോഡിയം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു അഥവാ ക്ലോറിന് ഇലക്ട്രോൺ കൊടുത്തു. അങ്ങനെ ക്ലോറിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നയാളെയാണ് റിഡക്റ്റന്റ് അഥവാ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അത് ഡോണർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. സോ റെഡ്യൂസിങ് ഏജന്റിന് എല്ലായ്പ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം സോഡിയം എന്നത് ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണ്. അതായത് പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് മെറ്റൽസ് ആണ്. മെറ്റൽസ് എല്ലായ്പ്പോഴും ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്താണ് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസ് എല്ലാം നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ജനറലായി പറയുകയാണ് എങ്കിൽ മെറ്റൽസ് എല്ലാം നല്ല റെഡ്യൂസിങ് ഏജന്റ് അഥവാ ഡോണർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ക്ലോറിൻ എന്നത് 17th ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. പീരിയോഡിക് ടേബിളിൽ റൈറ്റ് ടോപ്പിൽ വരുന്ന ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അങ്ങനെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് അഥവാ നോൺ മെറ്റൽസ് എല്ലാം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അവർ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നമുക്ക് ജനറലായി പറയുകയാണ് എങ്കിൽ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ വരുന്ന എലമെന്റ് അഥവാ മെറ്റൽസ് എല്ലാം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അവർ നല്ല റെഡ്യൂസിങ് ഏജന്റ് അഥവാ റിഡക്റ്റന്റ് ആയിരിക്കും. അതേസമയം റൈറ്റ് ടോപ്പിൽ വരുന്ന എലമെന്റ് അവ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് ആണ്. അതെല്ലായ്പ്പോഴും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ഫ്ലൂറിനാണ് ഏറ്റവും നല്ല ഓക്സിഡൈസിങ് ഏജന്റ്. അത് കഴിഞ്ഞാൽ ഓക്സിജനും ക്ലോറിനും. സോ പീരിയോഡിക് ടേബിളിൽ റൈറ്റ് ടോപ്പിൽ വരുന്ന നോൺ മെറ്റൽസ് എല്ലാം നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. അതിൽ ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നല്ല ബ്ലൂ കളറാണ്. അതിൽ ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറ് മങ്ങുന്നതായി. സിങ്ക് മെറ്റലിന്റെ സർഫസിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായും കാണാൻ സാധിക്കും. കുറേ സമയം കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതാകുന്നു. സിങ്കിന്റെ സർഫസിൽ കോപ്പർ പൂർണ്ണമായി ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. സിങ്ക് കോപ്പറിനെ അപേക്ഷിച്ച് മോർ റിയാക്റ്റീവായ ഒരു മെറ്റലാണ്. അതിനാൽ സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായി കോണ്ടാക്ട് വന്നാൽ 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവ് അയോണായി മാറുന്നു. നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാം. സിങ്ക് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു. ഈ സൊല്യൂഷനിലുള്ള കോപ്പർ 2 പോസിറ്റീവ് ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പറായി മാറുന്നു. സൊല്യൂഷനിലുള്ള കോപ്പർ 2 പോസിറ്റീവ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് Cu ആയി മാറുന്നു. ആ Cu ആണ് ഈ കോപ്പറിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെ സിങ്ക് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു. കോപ്പർ 2 പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കോപ്പറായി സിങ്കിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ സൊല്യൂഷന്റെ ബ്ലൂ കളറിന് കാരണം കോപ്പർ 2 പോസിറ്റീവ് അയോണിന്റെ പ്രസൻസ് ആണ്. അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കോപ്പറായി മാറുന്നു. ഈ സൊല്യൂഷനിലേക്ക് സിങ്ക് 2 പോസിറ്റീവ് ആണ് വരുന്നത്. അതിന് കളർ ഇല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്ലൂ കളർ ഇല്ലാതാകുന്നത്. നമ്മൾ ഈ റിയാക്ഷൻ പരിഗണിക്കുകയാണ് എങ്കിൽ സിങ്ക് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു.
അതായത് സിങ്കിന് ഇവിടെ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സൊല്യൂഷനിലുള്ള കോപ്പർ 2 പോസിറ്റീവ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കോപ്പറായി മാറുന്നു. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ കോപ്പർ 2 പോസിറ്റീവിന് റിഡക്ഷൻ ആണ് നടക്കുന്നത്. കോപ്പർ 2 പോസിറ്റീവിന് റിഡക്ഷൻ നടക്കുന്നു. സിങ്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോണർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതിനാൽ സിങ്ക് ഒരു റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നു. കോപ്പർ 2 പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സ്പീഷീസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സോ ഇവിടെ കോപ്പർ 2 പോസിറ്റീവ് അഥവാ കോപ്പർ സൾഫേറ്റ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ഓവറോൾ റിയാക്ഷൻ എഴുതുകയാണ് എങ്കിൽ സിങ്ക് പ്ലസ് Cu2 പോസിറ്റീവ് 2 ഇലക്ട്രോൺസ് പരസ്പരം ക്യാൻസൽ ചെയ്യും. ഗീവ്സ് സിങ്ക് 2 പോസിറ്റീവ് പ്ലസ് Cu. ഇവിടെ അയോണിക് ഇക്വേഷനാണ് എഴുതിയത്. ഓവറോൾ ഇക്വേഷൻ എഴുതുകയാണ് എങ്കിൽ സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു. സിങ്ക് പ്ലസ് CuSO4 ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് Cu ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് സിങ്ക് അവിടെ വരികയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷനെ നമ്മൾ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. കാരണം ഒരു മെറ്റലിനെയാണ് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ആ റിഡോക്സ് റിയാക്ഷനിൽ മോർ റിയാക്റ്റീവായ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആ സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു. ലെസ് റിയാക്റ്റീവ് ആയതിൻ്റെ അയോണിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ റിയാക്ഷൻ എഴുതാൻ പഠിക്കണം. ഡിപ്പ് ചെയ്ത മെറ്റൽ സിങ്ക് പ്ലസ് സോൾട്ട് സൊല്യൂഷൻ CuSO4. ആ CuSO4ൽ നിന്നും Cuവിനെ റീപ്ലേസ് ചെയ്ത് സിങ്ക് വരുന്നു. സിങ്ക് സൾഫേറ്റ് പ്ലസ് Cu. ഇതേപോലെ നമുക്ക് വേറൊരു റിയാക്ഷനും പരിഗണിക്കാം. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമുക്ക് ചെയ്തു നോക്കാം. ഇത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അതിന് ഇൻറ്റൻസ് ബ്ലൂ കളറുണ്ട്. അതിലേക്ക് അയൺ നെയിലും ഒരു അയൺ റോഡും ഡിപ്പ് ചെയ്യുകയാണ്. പോളിഷ് ചെയ്ത അയൺ നെയിലാണിത്. നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്യാം. ഏതാനും സമയം കഴിഞ്ഞ് അതിന് വരുന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും അയൺ നെയിലിലും ഈ അയൺ റോഡിലും കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തതായി. നമുക്കവിടെ ചെമ്പ് നിറമാണ് കാണാൻ സാധിക്കുന്നത്. കോപ്പർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിന് കാരണം കോപ്പറിനെ അപേക്ഷിച്ച് അയൺ മോർ റിയാക്റ്റീവാണ്. അയൺ 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്ത് Fe2 പോസിറ്റീവ് അയോൺസായി സൊല്യൂഷനിലേക്ക് പോകുന്നു. സൊല്യൂഷനിലുള്ള കോപ്പർ 2 പോസിറ്റീവ് അയണിൽ നിന്നും ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പറായി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ലായനിക്ക് ആദ്യം ബ്ലൂ കളറായിരുന്നു. ആ ബ്ലൂ കളറ് ഫെയ്ഡ് ചെയ്ത് ഗ്രീൻ കളറ് ചെറുതായി വന്നിട്ടുണ്ട്. കുറേ സമയം ഇങ്ങനെ വെച്ചിരുന്നാൽ ഈ ബ്ലൂ കളർ പൂർണ്ണമായി മാറി Fe2 പോസിറ്റീവിൻ്റെ ഗ്രീൻ കളർ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഒരു കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. സിൽവർ നൈട്രേറ്റ് ഒരു കളർലെസ് സൊല്യൂഷനാണ്. കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഈ സൊല്യൂഷന് ബ്ലൂ കളർ ഉണ്ടാകുന്നതായി. ഒപ്പം കോപ്പറിൻ്റെ സർഫസിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ കോപ്പർ സിൽവറിനെ അപേക്ഷിച്ച്
മോർ റിയാക്റ്റീവാണ്. അത് ഇലക്ട്രോൺ ലോസ് ചെയ്ത് കോപ്പർ 2 പോസിറ്റീവ് അയോണായി ഈ സൊല്യൂഷനിലേക്ക് പോകുന്നു. അതിനാലാണ് കോപ്പർ 2 പോസിറ്റീവിൻ്റെ ബ്ലൂ കളർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. സൊല്യൂഷനിലുള്ള Ag1 പോസിറ്റീവ് അയോൺ കോപ്പറിൽ നിന്നും ഇലക്ട്രോൺ സ്വീകരിച്ച് സിൽവറായി മാറുന്നു. ആ സിൽവർ ആറ്റമാണ് കോപ്പർ റോഡിൻ്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. റിയാക്ഷൻ നമുക്ക് എഴുതാം. മോർ റിയാക്റ്റീവായ കോപ്പർ Cu 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Cu2 പോസിറ്റീവായി മാറുന്നു. കോപ്പർ ഇവിടെ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, അഥവാ കോപ്പറിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ലായനിയിലുള്ള Ag1 പോസിറ്റീവ് അത് ഒരു ഇലക്ട്രോണാണ് ആവശ്യമുള്ളത്. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് Ag ആയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ അതിനെ റിഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഏതാണോ മോർ റിയാക്റ്റീവ് മെറ്റൽ അത് കോപ്പറാണ്. സോ ആ മോർ റിയാക്റ്റീവ് മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതൊരു റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നു. ലെസ് റിയാക്റ്റീവായ മെറ്റലിന്റെ അയോണിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ലെസ് റിയാക്റ്റീവായ മെറ്റലിന്റെ അയോൺ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഓക്സിഡൈസിങ് ഏജന്റായി ആക്ട് ചെയ്യുകയാണ്. നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം. Cu പ്ലസ് Ag1 പോസിറ്റീവ്. ഇലക്ട്രോൺസ് പരസ്പരം ക്യാൻസൽ ചെയ്യാൻ സാധിക്കണം. ഫസ്റ്റ് ഇക്വേഷനിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഓവറോളായി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. 2 Ag1 പോസിറ്റീവ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2 Ag. സോ ഓവറോൾ റിയാക്ഷൻ Cu പ്ലസ് 2 Ag1 പോസിറ്റീവ് ഗീവ്സ് Cu2 പോസിറ്റീവ് പ്ലസ് 2 Ag. ഇതാണ് അയോണിക് ഇക്വേഷൻ. നമ്മൾ എൻ്റെയർ ഇക്വേഷൻ എഴുതുകയാണ് എങ്കിൽ കോപ്പർ പ്ലസ് 2 AgNO3 ഗീവ്സ് CuNO3 2 ടൈംസ് പ്ലസ് 2 Ag. ഇതും ഒരു മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിൽവർ റോഡ് ഡിപ്പ് ചെയ്യുകയാണ് എന്ന് കരുതുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ CuSO4 ആണ്. ഇതിന് ബ്ലൂ കളറാണ്. ഇതിൽ ഒരു സിൽവർ റോഡ് ഡിപ്പ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിൽവർ റോഡ് ഡിപ്പ് ചെയ്താൽ നമുക്കവിടെ യാതൊരു ഒബ്സർവേഷനും ഉണ്ടാകില്ല. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ബ്ലൂ കളറിന് മങ്ങലുണ്ടാകുന്നില്ല. അതുപോലെ സിൽവർ റോഡിൻ്റെ സർഫസിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല. അതിന് കാരണം കോപ്പറിനെ അപേക്ഷിച്ച് സിൽവർ ലെസ് റിയാക്റ്റീവാണ്. ഒരിക്കലും ലെസ് റിയാക്റ്റീവായ ഒരു മെറ്റലിന് അതിനേക്കാൾ റിയാക്റ്റീവായ ഒരു മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നില്ല. നമ്മൾ ഇവിടെ കണ്ട ആ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ആ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയെ ബേസ് ചെയ്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു കോമ്പിറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. മോർ റിയാക്റ്റീവായ മെറ്റലിന് ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസിങ് ഓർഡറിൽ നമുക്കൊരു സീരീസ് അറേഞ്ച് ചെയ്യാം. അതിനെ മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ് അഥവാ മെറ്റൽ ആക്ടിവിറ്റി സീരീസ് എന്നാണ് പറയുന്നത്. നമ്മളിത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. മോസ്റ്റ് റിയാക്റ്റീവായ മെറ്റൽ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. സോ പൊട്ടാസ്യമാണ് മോസ്റ്റ് റിയാക്റ്റീവ്, ദെൻ സോഡിയം, മഗ്നീഷ്യം, ഏതാനും എലമെൻറ്റ്സ് മാത്രമാണ് ഞാൻ എഴുതുന്നത്, ദെൻ അലുമിനിയം, ദെൻ സിങ്ക്, അയൺ, ദെൻ കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവിടെ മോർ റിയാക്റ്റീവ് മെറ്റൽ എല്ലായ്പ്പോഴും
ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതേസമയം ലെസ് റിയാക്റ്റീവായ മെറ്റലിന് അതിനേക്കാൾ റിയാക്റ്റീവായ മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് മെറ്റൽ ആക്ടിവിറ്റി സീരീസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഇലക്ട്രോ കെമിക്കൽ സീരീസും ഇത് തന്നെയാണ്. മെറ്റൽ ആക്ടിവിറ്റി സീരീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിഗണിക്കാം. ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ സിങ്ക് പോട്ട്? സിങ്ക് കൊണ്ടുള്ള ഒരു കലത്തിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സൂക്ഷിക്കാൻ സാധിക്കുമോ? നമ്മൾ മെറ്റൽ ആക്ടിവിറ്റി സീരീസ് ആണ് നോക്കേണ്ടത്. ഇതാണ് സിങ്ക്. സിങ്ക് കൊണ്ടുള്ള ഒരു പോട്ടിൽ നമുക്ക് തൽക്കാലം സിങ്ക് കൊണ്ടുള്ള ഒരു ബീക്കർ പരിഗണിക്കാം. സിങ്ക് കൊണ്ടുള്ള ഒരു പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇതാണ് CuSO4 സൊല്യൂഷൻ എന്ന് പരിഗണിക്കുക. നമുക്കറിയാം ഇവിടെ സിങ്ക് കോപ്പറിനെ അപേക്ഷിച്ച് മോർ റിയാക്റ്റീവ് ആണ്. മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും. സോ നമുക്ക് ഈ വെസലിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതിനാൽ ഒരിക്കലും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് പോട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ബോഡോ മിക്സർ ഒരു കുമിൾനാശിനിയാണ്. അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ ബോഡോ മിക്സർ നമ്മൾ ഒരിക്കലും അലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കാറില്ല. അത് മൺപാത്രത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു അലുമിനിയം ബക്കറ്റിൽ ബോഡോ മിക്സർ എടുക്കുകയാണ് എങ്കിൽ അതിലെ കോപ്പറിനെ അയൺ അല്ലെങ്കിൽ അലുമിനിയം ഡിസ്പ്ലേസ് ചെയ്യുന്നു.